എഴുത്തുകാരനും എഴുത്തും. എഴുത്തുകാരൻ എഴുതുന്ന ആ നേരം ഏകാദശി നൊയമ്പാകുമാ നേരം. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നറിയാതെ ആത്മസംഘർഷത്തിൽ മനസ്സാടി ഉലയുന്ന കാലം. മാനത്തു നോക്കി ഇരുന്നും കിടന്നും മനം മടുത്തു കാറ്റും വെളിച്ചവും ഇല്ലാത്ത മുറിയിൽ ആശാനിരാശനായിരുന്ന നേരം. ഉള്ളിലൊരാശയം പിറന്നത് 10 മാസം വയറ്റിൽ കഴിഞ്ഞൊരു കുഞ്ഞുപോലെ. പിന്നത് പിറവിയെടുക്കുന്ന നേരത്ത് ഉള്ളീന്നൊരായിരം വാക്കായി വീഴുന്നു പൊന്മണി പോലെ. അത് കണ്ട് നിസ്സംഗനായി നിലതെറ്റി നിൽക്കുന്ന ഭ്രാന്തനായി മാറുന്ന കാഴ്ച കാണേണ്ട തന്നെ. പറയണം, പറയാത്ത കാര്യങ്ങൾ എഴുതണം, പറയാതെ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഉൾക്കൊള്ളുക തന്നെ വേണം. മരമോ മനുഷ്യനോ മൃഗമോ എന്തുമാകട്ടെ, ആ വാക്കിൽ തരിച്ചു മിഴിച്ചങ്ങു നിന്നിടേണം. വിരഹവേദന നീക്കും പ്രണയകാവ്യമായി വിടർന്നിടേണം. കാറ്റിലും മഞ്ഞിലും മഴയിലും തളരാത്ത നാമ്പുപോൽ കാലത്തിൻ ചക്രവാളത്തിൽ എങ്ങുമെന്നും ആ വാക്കുയർന്നിടേണം. ഉയരറ്റുപോകാതെ ചാരമാകാതെ ഫിനിക്സ് പക്ഷിയായി ഉള്ളിൽ ഉയർന്നിടേണം. അത് കണ്ട് എഴുത്തുകാരൻ്റെ ഉള്ളൊന്നു തുടുക്കണം, തണുക്കണം. അത് കണ്ടു എഴുത്തുകാരൻ്റെ ഉള്ളങ്ങു തുടിക്കണം, തണുക്കണം. താമരപ്പൂമെത്തയിൽ പുതു ആശയമോർത്തങ്ങുറങ്ങിടേണം. വിധിയുണ്ടേൽ വിലമതിക്കാനാവാത്ത സമ്മാനം വാങ്ങണം. അതിനുമപ്പുറം കവിയുടെ പ്രാരാബ്ധത്തിനറുതിയായി കവിത പൂക്കണം, വിരിയണം. വിധിയുണ്ടേൽ വിലമതിക്കാനാവാത്ത സമ്മാനം വാങ്ങണം. അതിനുമപ്പുറം കവിയുടെ പ്രാരാബ്ധത്തിനറുതിയായി കവിത പൂക്കണം, വിരിയണം. നന്ദി. എഴുത്തുകാരനും എഴുത്തും. എഴുത്തുകാരൻ എഴുതുന്ന ആ നേരം ഏകാദശി നൊയമ്പാകുമാ നേരം. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നറിയാതെ ആത്മസംഘർഷത്തിൽ മനസ്സാടി ഉലയുന്ന കാലം. മാനത്തു നോക്കി ഇരുന്നും കിടന്നും മനം മടുത്തു കാറ്റും വെളിച്ചവും ഇല്ലാത്ത മുറിയിൽ ആശാനിരാശനായിരുന്ന നേരം. ഉള്ളിലൊരാശയം പിറന്നത് 10 മാസം വയറ്റിൽ കഴിഞ്ഞൊരു കുഞ്ഞുപോലെ. പിന്നത് പിറവിയെടുക്കുന്ന നേരത്ത് ഉള്ളീന്നൊരായിരം വാക്കായി വീഴുന്നു പൊന്മണി പോലെ. അത് കണ്ട് നിസ്സംഗനായി നിലതെറ്റി നിൽക്കുന്ന ഭ്രാന്തനായി മാറുന്ന കാഴ്ച കാണേണ്ട തന്നെ. പറയണം, പറയാത്ത കാര്യങ്ങൾ എഴുതണം, പറയാതെ പറയുന്ന